Good morning all. നമ്മൾ ഫിഫ്ത്ത് മൊഡ്യൂളായ പ്ലാൻ ഓൺ ഗ്രാഫ്സിൻ്റെ ഫസ്റ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ പാത്ത് മെട്രിക്സ് വെച്ചിട്ടായിരുന്നു നിർത്തിയത്. അപ്പോൾ പാത്ത് മെട്രിക്സിൻ്റെ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ പാത്ത് മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പാത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് ആണ് ഇത് വരുന്നത്, പാത്ത് മെട്രിക്സ് എന്ന് പറയുന്നത്. ആ പാത്ത് നമ്മൾ P1, P2, P3 എക്സെട്ര Pk ആയിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യും. ഇനി ഈ Pij എന്ന് പറയുന്നത് 1 ആവണമെന്നുണ്ടെങ്കിൽ ആ പാത്തിൽ ആ വേർട്ടിസസ് എഡ്ജ് കണ്ടെയ്ൻ ചെയ്യണം. ഓക്കെ, ഇല്ലെങ്കിൽ നമ്മൾ എന്താ വരിക, 0 ആയിട്ടാണ് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു എക്സാമ്പിൾ ഇത് തന്നെയായിരുന്നു നമ്മൾ മുന്നത്തെ എക്സാമ്പിളിൽ നമ്മൾ ചെയ്തത്. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നേരത്തെ ഡിസ്കസ് ചെയ്തതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പം ഈ ഒരു മെത്തേഡ് നോക്കുക. ഫൈൻഡ് എ പാത്ത് മാട്രിക്സ് ബിറ്റ്വീൻ V3 ആൻഡ് V4 ഇൻ ദി ഫോളോയിങ് ഗ്രാഫ്. ഓക്കെ, അപ്പോൾ ഇവിടെ V3യും V4ഉം V3ൻ്റെയും V4ൻ്റെയും ഇടയിലുള്ള പാത്ത് മാട്രിക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ V3 എവിടെയാണെന്ന് നോക്കുക, V4 എവിടെയാണെന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ V3ന്ന് V4ലേക്ക് നമ്മൾ ഏതൊക്കെയാണ് പാത്ത് ഉള്ളതെന്ന് ആദ്യം ഒന്ന് നോക്കുക. അപ്പോൾ ഇതാണ് 1, 2 V3, V2, V4. ഇനി അടുത്തത് ഏതാണ് പാത്ത് വരുന്നത്? അടുത്ത പാത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V3, V2, E6, E4, V1, E4, V5, E3, V4. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പാത്ത് ഏതാ വരുന്നത്? E8, E7, E3 ഇങ്ങനെ. അപ്പോൾ 3 പാത്താണ് ഈ V3ന്ന് V4ലേക്ക് 3 പാത്താണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E8, E5. രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E8, E7, E3. മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, E8, E6, E4, E3. അങ്ങനെയാണ് നമ്മൾ ഏതിലേക്ക് എത്തിച്ചേരുന്നത്, V3ന്ന് V4ലേക്ക് എത്തിച്ചേരുന്നത്. 3 ഡിഫറെൻറ്റ് പാത്ത്സ് ആണുള്ളത്. ആ പാത്ത് നമ്മൾ എങ്ങനെ എഴുതുക, P1, P2, P3 എന്നുള്ള ഫോമിൽ നമ്മൾ പാത്ത് എഴുതുക. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് വേർട്ടിസസ് ആണ്. ഇവിടെ എത്ര വേർട്ടിസസ് ആണ് നമുക്ക് ഉള്ളത് നോക്കുക. അപ്പോൾ V1 മുതൽ V6 വരെയുള്ള വേർട്ടിസസ് ആണ് നമുക്ക് ഉള്ളത്. ഓക്കെ, V1, V2, V3, V4, V5, V6 അങ്ങനെ 6 വേർട്ടിസസ് ആണ് നമ്മളെ കയ്യിലുള്ളത്. അപ്പോൾ P1ന് കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് E8ഉം E5ഉം ഉള്ള പാത്ത് നമ്മൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ P1 എന്ന് പറയുന്നത് ഏത് വേർട്ടിസസ് ആയിരിക്കും? P1 എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ E8. അപ്പോൾ നമ്മൾ പാത്ത് മെട്രിക്സ് എഴുതുന്ന സമയത്ത് നമ്മൾ P1, P2, P3 അങ്ങനെ 3 പാത്താണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്ര എഡ്ജസ് ഉണ്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എഡ്ജ് ചെയ്ത് E1, E2, E3, E4, E5, E6, E7, E8 അങ്ങനെ 8 എഡ്ജസ് ആണ് നമ്മൾ ഏതിന് വരുന്നത്, ഈ ഒരു മെട്രിക്സിൽ നമുക്ക് 8 എഡ്ജസ് ആണ് വരുന്നത്. ഇനി ഈ P1 ഉള്ള പാത്തിൽ ഏതൊക്കെ എഡ്ജാണ് ഉള്ളത് നോക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 1 കൊടുക്കുക, അല്ലാത്തതിന് എന്ത് കൊടുക്കുക, 0 കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E8ഉം E5ഉം ആണ്. അപ്പോൾ E8 ഉള്ള സ്ഥലത്തും E8 സ്ഥലത്ത് 1 കൊടുക്കുക. പിന്നെ ഏതിനാണ്, E5 1 കൊടുക്കുക. ബാക്കിയെല്ലാം എന്ത് കൊടുക്കുക, 0 കൊടുക്കുക. ഓക്കെ, ഇനി P1 ഉള്ള പാത്ത് കഴിഞ്ഞു. ഇനി P2 എന്നുള്ള പാത്ത്. P2 എന്താണ്, E8, E7, E3. അപ്പോൾ E8, E7, E3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർട്ടിസസ് ആയിരുന്നു, എഡ്ജസിന് പകരം ഇവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത്, വേർട്ടിസസ് ആയിരുന്നു കൊടുത്തിരുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V1 മുതൽ V8 വരെ നമുക്കിവിടെ വേർട്ടിസസ് ഇല്ലായിരുന്നു. അപ്പോൾ ഇതൊന്ന് നോക്കുക. അപ്പോൾ പാത്തിൽ ഏത് എഡ്ജാണോ ഉള്ളത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 1 കൊടുക്കുക, ബാക്കിയുള്ള എല്ലാത്തിനും എന്ത് കൊടുക്കുക, 0 കൊടുക്കുക. അപ്പോൾ P2 എന്ന് പറയുമ്പോൾ എന്താ വരിക, E3, E7, E8, E3, E7, E8. ബാക്കിയെല്ലാം എന്താ വരുന്നത്, 0 ആണ് വരുന്നത്. ഓക്കെ, ബാക്കിയെല്ലാം എന്ന് പറയുന്നത് 0. ഇനി അടുത്തത് P3യിൽ ഏതാണ്, E3, E4, E6, E8. അപ്പോൾ 4 1 വരും. അപ്പോൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E3, E4, E6 പിന്നെ വരുന്നത് E8 ആണ്. ബാക്കി എല്ലാത്തിനും എന്ത് കൊടുക്കുക, ഒരു 0 കൊടുക്കുക. ഓക്കെ, ഇതാണ് പാത്ത് മെട്രിക്സ് വരുന്നത്. അപ്പോൾ എത്ര പാത്ത് ഉണ്ടെന്ന് നോക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഹൊറിസോണ്ടലി P1, P2, V3 കൊടുക്കുക. E1, E2, E3, E4, E8 എന്ന് പറയുന്നത് കോളം വൈസ് കൊടുക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എഡ്ജ് ഏതാണോ ഉള്ളത് അതിന് 1, ബാക്കിയുള്ള എന്ത് കൊടുക്കുക, 0 കൊടുക്കുക. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെട്രിസസ് ഇൻ ഡയഗ്രാഫിലെ മെട്രിസസ് ആണ് നമ്മളിനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മെട്രിസസ് ഇൻ ഡയഗ്രാഫ്.
അപ്പോൾ അതിലെന്ന് പറഞ്ഞാൽ ആദ്യത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസൻസി മെട്രിക്സ്. അഡ്ജസൻസി മെട്രിക്സ് എന്ന് പറയുമ്പോൾ എന്താ വരിക, നമ്മൾ നേരത്തെ ഏത് പറഞ്ഞു, സാധാ ഗ്രാഫിൻ്റെ കേസിൽ നമ്മൾ മെട്രിക്സസ് എങ്ങനെയാണോ എഴുതുന്നതെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസൻസി മെട്രിക്സ് ഓഫ് എ ഡയഗ്രാഫ് ആണ്. അപ്പോൾ n വേർട്ടിസസും m എഡ്ജസും അല്ലാത്ത പാരലൽ എഡ്ജൊന്നും ഇല്ലാത്ത ഒരു മെട്രിക്സ് നമ്മൾ കൺസിഡർ ചെയ്തു. അതിൻ്റെ അകത്ത് അഡ്ജസൻസി മെട്രിക്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, Aij എന്ന് പറയുന്നത് 1 ആണ്. ഇഫ് ദർ ഇസ് എൻ എഡ്ജ് ഡയറക്റ്റഡ് ith വേർട്ടെക്സ് jth വേർട്ടെക്സ്. i എന്ന് jയിലേക്ക്, അതായത് Aij ith വേർട്ടെക്സിന് jth വേർട്ടെക്സിലേക്ക് ഒരു എഡ്ജ് ഉണ്ടെങ്കിൽ നമ്മൾ അതിന് എന്ത് കൊടുക്കും, 1 കൊടുക്കും, അല്ലെങ്കിൽ എന്ത് കൊടുക്കും, 0 കൊടുക്കും. ഓക്കെ. അപ്പം ഈ ഒരു അഡ്ജസൻസി മെട്രിക്സിന് നമുക്ക് വേറെയും പേരുണ്ട്. ഏതാണ്, ട്രാൻസിഷൻ മെട്രിക്സ്, റിലേഷൻ മെട്രിക്സ്, കണക്ഷൻ ട്രാൻസിഷൻ മെട്രിക്സ്, റിലേഷൻ മെട്രിക്സ്, കണക്ഷൻ മെട്രിക്സ്, പ്രിസിഡൻസ് മെട്രിക്സ് ഓർ പ്രിഫറൻസ് മെട്രിക്സ്. ഇങ്ങനെ ഒരുപാട് പേര് ഇതിന് കൊടുക്കുന്നുണ്ട് ഈ ഒരു അഡ്ജസൻസി മെട്രിക്സ്. അതായത് ഡയഗ്രാഫിൻ്റെ അഡ്ജസൻസി മെട്രിക്സിന് നമുക്ക് ഒന്നുകിൽ ട്രാൻസിഷൻ മെട്രിക്സ് എന്ന് പറയാം, റിലേഷൻ മെട്രിക്സ് എന്ന് പറയാം, അങ്ങനെയൊക്കെ നമുക്ക് ഇതിന് പേര് പറയാം. ഓക്കെ. അപ്പോൾ പിന്നെ ഇൻസിഡൻസ് മെട്രിക്സ് ആണ് വരുന്നത്. ഇൻസിഡൻസ് മെട്രിക്സ് ഓഫ് എ ഡയഗ്രാഫ്. അപ്പോൾ ഇൻസിഡൻസ് മെട്രിക്സ് എന്താ വരുന്നത്, ജി എന്നുള്ളത് ഒരു ഡയഗ്രാഫ് ആയിട്ട് കൺസിഡർ ചെയ്യുക. n വേർട്ടിസസും m എഡ്ജസും ഉള്ളത്. അതിൻ്റെ അകത്ത് സെൽഫ് ലൂപ്പ് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ സെൽഫ് ലൂപ്പ് ഉണ്ടാവാൻ പാടില്ല എന്നല്ല, ഏതിൽ ഇൻസിഡൻസ് മെട്രിക്സ് നമ്മളത് ഡിഫൈൻ ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ then the incidence matrix M of a graph is defined as. അപ്പോൾ ഈ ഇൻസിഡൻസ് മെട്രിക്സിന് നമുക്ക് 3 വാല്യൂസ് നമുക്ക് അലോട്ട് ചെയ്യാം. 1, -1, 0 എന്നുള്ള വാല്യൂ അലോട്ട് ചെയ്യാം. അപ്പോൾ Aij എന്നാണെങ്കിൽ Aij എന്ന് പറയുന്നത് jth edge is incident out of ith vertex. ith vertex എന്ന് ഈ jth edge പുറത്തേക്കാണ് പോകുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, 1 എന്ന് പറയുന്നത്. നേരെ റിവേഴ്സ് ആണെങ്കിൽ എന്ത് വരും, -1. പിന്നെ എഡ്ജസ് ഒന്നും ഇൻസിഡൻറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ അതിനെന്ത് കൊടുക്കും, 0. അപ്പോൾ ഈ ഇൻസിഡൻസ് മെട്രിക്സിൽ നമുക്ക് 3 വാല്യൂസ് ഉണ്ടാവും. ഒന്നുകിൽ 1, -1, 0. അഡ്ജസൻസി മെട്രിക്സ് അല്ലെങ്കിൽ ട്രാൻസിഷൻ മെട്രിക്സിനൊക്കെ 2 വാല്യൂസേ ഉണ്ടാവുള്ളൂ, 1ഉം 0ഉം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അഡ്ജസൻസി മെട്രിക്സ് ഒന്ന് നമുക്ക് എഴുതി നോക്കാം. അപ്പോൾ ഇവിടെ V1 ഇതാണ്, V1, V2, V3, V4, V5. അപ്പോൾ ഇതൊരു ഡയറക്റ്റഡ് ഗ്രാഫാണ്. അപ്പോൾ V1ലേക്ക് എങ്ങനെയാണ് വരുന്നത്, V1 തന്നെ ഒരു ഗ്രാഫ് ഒരു എഡ്ജ് വരുന്നുണ്ട്. പിന്നെ V2ന്ന് V1ലേക്ക് വരുന്നുണ്ട്. പിന്നെ V1ന്ന് പുറത്തോട്ടാണ് പോകുന്നത്, V4ലേക്ക് ഔട്ട്വേർഡാണ്, V1ന്ന് V4ലേക്ക്. അപ്പോൾ അതൊന്ന് നോക്കുക. അപ്പോൾ അഡ്ജസൻസി മെട്രിക്സ് ഓഫ് ദി ഡയഗ്രാഫ് എന്ന് പറയുന്നത് ഇവിടെ V1, V2, V3, V4, V5. അഡ്ജസൻസി മെട്രിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, വേർട്ടെക്സ് കണക്ടിവിറ്റി കാണിക്കുന്നതാണ് ഏത് വരുന്നത്, അഡ്ജസൻസി മെട്രിക്സ്. അത് ഡയഗ്രാഫ് ആണെങ്കിലും അല്ലാത്ത ഗ്രാഫ് ആണെങ്കിലും. ഓക്കെ. അപ്പോൾ ഇവിടെ 5 വേർട്ടിസസ് വെർട്ടിക്കലി ഹൊറിസോണ്ടലി 5 വേർട്ടിസസും കൊടുക്കുക, അല്ലെങ്കിൽ കോളം വൈസ് റോ വൈസ് നമ്മൾ എന്ത് കൊടുത്തു, V1, V2, V3, V4, V5 കൊടുത്തു. അപ്പോൾ ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏതുമായിട്ടാണ് കണക്ഷൻ, V1ന്ന് V1ലേക്ക് തന്നെ. അപ്പോൾ അതിനെന്ത് കൊടുക്കുക, 1. V1 ഒരു സെൽഫ് ലൂപ്പ് ഇവിടെ ഉണ്ട്, അപ്പോൾ 1 കൊടുത്തു. ഇനി V1, V2 എന്ന് പറയുന്നത് V1ന്ന് V2ലേക്ക് എന്തെങ്കിലും വരുന്നുണ്ടോ, V1ന്ന് V2ലേക്ക്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ എന്താ എഴുതിയത്, 0 വരുന്നത്. നേരെ മറിച്ച് V2, V1 ആണെങ്കിൽ എന്താ വരിക, ഈ ഡയറക്ഷനും കൂടി നമ്മൾ നോക്കണം. ഓക്കെ. അപ്പോൾ V1ന്ന് V2ലേക്ക് എഡ്ജ് വരുന്നില്ല. കാരണം എന്താണ്, ഇവിടെ ഇങ്ങനെയാണ് ഡയറക്ഷൻ വരുന്നത് അല്ലേ. അപ്പോൾ V2, V1 എന്ത് വരും, 1 വരും. V1, V2 എന്ന് പറയുന്നത് 0 വരും. അപ്പോൾ അഡ്ജസൻസി മെട്രിക്സിൽ ആരും മാത്രമേ ഉള്ളൂ, 1ഉം 0ഉം മാത്രമേ നമ്മൾ അഡ്ജസൻസി മെട്രിക്സിൽ വരുന്നുള്ളൂ. പക്ഷേ ഇൻസിഡൻസ് മെട്രിക്സ് ആണെങ്കിൽ 1, -1, 0 നമുക്ക് എഴുതാം. ഓക്കെ. ഇനി അടുത്തത് V1, V4 എന്താ വരിക, 1 ആണ് വരിക. അതാണ് V1, V4, 1. V1, V5 എന്നുള്ള എഡ്ജില്ല, 0. ഇനി നേരെ മറിച്ച് V2 നോക്കുക. V2ന്ന് എല്ലാ എഡ്ജും അല്ല അല്ലേ. അപ്പോൾ V2ന്ന് V1ലേക്ക് പുറത്തോട്ടാണ് പോകുന്നത്, V2ന്ന് V3ലേക്ക് പുറത്തോട്ട്, പിന്നെ V3ന്ന് V2ലേക്ക് വരികയാണ്, അതേപോലെ തന്നെ V2ന്ന് V5ലേക്ക് പോവുകയും ചെയ്യാണ്. അപ്പോൾ V2, V1 എന്ന് പറയുന്നത് 1 ആണ്. പിന്നെ V2, V3 എന്താ വരിക, V2, V3 എന്ന് പറയുന്നത് പുറത്തോട്ടാണ്, 1 വരും. ഓക്കെ. V2, V3 എന്ന് പറയുന്നത് 1, V2, V5, 1. V2, V5 എവിടെയുള്ളത്, V2, V2ന് പുറത്തേക്കല്ലേ പോകുന്നത്, അപ്പോൾ V2, V5, 1 വരും. നേരെ മറിച്ച് V2, V3 എന്താണ്, 0 ആണ്. കാരണം V2ന്ന് V3ലേക്കല്ല പോകുന്നത്,
V3 V2യിലേക്കാണ്. V3 V2യിലേക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? V3 V2 നോക്കി നോക്കാം. V3 V2 എന്ന് പറയുമ്പോൾ എന്താണ്? 1 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പുറത്തോട്ടേക്കാണ് പോകുന്നതെങ്കിൽ 1, ഇങ്ങോട്ടേക്ക് വരുന്നതാണെങ്കിൽ നമുക്ക് 0 തന്നെയാണ് കൊടുക്കുക. ഓക്കെ, അങ്ങനെ ഓരോന്നിൻ്റെ ചെക്ക് ചെയ്യാം. V5 ഇപ്പോൾ ഒന്നും വരുന്നില്ല. കാരണം V5 നോക്കി നോക്കുക. ഈ V5 എവിടെയാണ്? V5 എന്ന് പറയുന്നത് പെൻഡന്റ് വേർട്ടെക്സ് ആണ്. V5 എന്ന് വേറെ ഏതെങ്കിലും വേർട്ടെക്സിലേക്ക് എഡ്ജ് പോകുന്നുണ്ടോ? ഇല്ല. V2 എന്ന് വരുന്നേ ഉള്ളൂ. V2 എന്ന് V5ലേക്ക് ഒരു എഡ്ജ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ V2 V5 1 ആയിരിക്കും. V5 V2 എന്തായിരിക്കും? 0 ആയിരിക്കും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. V5 V2 എന്ന് പറയുന്നത് V5 V2 0 ആണ്. നേരെ മറിച്ച് V2 V5 എന്താണ്? 1 ആണ് വരുന്നത്. ഓക്കെ, ഇതാണ് ഇത് വരുന്നത് അഡ്ജസൻസി മെട്രിക്സ്. നെക്സ്റ്റ് നമ്മൾ ഇൻസിഡൻസ് മെട്രിക്സ് ഓഫ് ദി ഫോളോയിങ് ഡയഗ്രാഫ്. അപ്പോൾ ഒരു ഡയഗ്രാഫ് നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ ഇൻസിഡൻസ് മെട്രിക്സ് നമുക്ക് എഴുതണം. അപ്പോൾ ഇൻസിഡൻസ് മെട്രിക്സ് എന്ന് പറയുന്നത് ഏതും തമ്മിൽ കാണിക്കുന്ന റിലേഷനാണ്. വേർട്ടിസസും എഡ്ജും കാണിക്കുന്ന റിലേഷനാണ് ഏത് വരിക? ഇൻസിഡൻസ് മെട്രിക്സിൽ വരിക. അപ്പോൾ ഡയഗ്രാഫ് ആകുന്ന കേസിൽ ഇവിടെ 1ഉം -1ഉം 0ഉം വരും. അപ്പോൾ ഇവിടുത്തെ V1 നോക്കുക. V1 E1. V1 എന്ന് E1 പുറത്തോട്ടാണ് പോകുന്നത്. V1 E5 പുറത്തോട്ട്. അപ്പോൾ അതാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. V1 എന്ന് പറയുന്നത് E5 E1. E5 E1 അതാണ് എന്ത് കൊടുത്തത്? 1 കൊടുത്തത്. ഇനി ഇങ്ങോട്ടേക്കാണ് വരുന്നതെങ്കിൽ V1ലേക്കാണ് വരുന്നതെങ്കിൽ -1. ആ എഡ്ജാണ് ഏത് വരുന്നത്? E6. ഇവിടെ V1ലേക്ക് ഏത് എഡ്ജാണ് വരുന്നത്? E6. അപ്പോൾ അവിടെ എന്ത് വരും? -1. അഡ്ജസൻസി മെട്രിക്സ് ആണെങ്കിൽ നമ്മൾ 0 എന്ന് എഴുതുക. ഇവിടെ ഇൻസിഡൻസ് മെട്രിക്സ് ആയതുകൊണ്ട് തന്നെ E6 നമ്മൾ ഇങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ എന്താ വരിക? V6 E1 എന്ന് പറയുന്നത് V1 E6 എന്ന് പറയുന്നത് എന്താണ്? -1 ആണ്. ഇനി അടുത്ത V2 എന്നുള്ള വേർട്ടെക്സ് നോക്കുക. V2 എന്ന് പുറത്തേക്ക് ഏതെങ്കിലും പോകുന്നുണ്ടോ നോക്കുക. V2 എന്ന് പുറത്തോട്ടേക്ക് ഏതെങ്കിലും പോകുന്നുണ്ടോ? ഇല്ല. എല്ലാം എന്താണ്? ഉള്ളിലേക്കാണ് വരുന്നത്. ഉള്ളിൽ വരുന്നത് ഏതാ? E1ഉം E3ഉം E2ഉം. അപ്പോൾ എല്ലാം ഉള്ളിൽ വരുന്നത് കൊണ്ട് തന്നെ എല്ലാം എന്താണ് വരിക? -1 ആണ് വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി നോക്കുക. V2ന് കറസ്പോണ്ടിങ് ആയിട്ട് E1 E2 E3 മൂന്നെണ്ണമാണ് വരുന്നത് കൊണ്ട് തന്നെ എന്താണ് വരുന്നത്? -1 ആണ് വരുന്നത്. ഇനി V3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നോക്കുക. അപ്പോൾ V3 എവിടെയുള്ളത് നോക്കുക. അപ്പോൾ V3 ഇവിടെയാണ്. V3ന്ന് എത്ര എണ്ണം പുറത്ത് പോകുന്നുണ്ട്? 1 2 3 4 എണ്ണം പുറത്തോട്ടേക്ക് പോകുന്നുണ്ട്. 4 എഡ്ജ്. E4 E6 E3 E2 അതെല്ലാം എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. E2 E3 E4 E6 1. പിന്നെ V3ന്റെ കേസിൽ ഏതാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്? E7 എന്നുള്ള എഡ്ജ് V3ലേക്കാണ് വരുന്നത്. അപ്പോൾ അവിടെ എന്ത് വരും? -1. അതാണ് ഇവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇനി V4ന്റെ കേസ്. V4ൽ നമ്മൾ നോക്കി നോക്കുക. എന്താണ്? E4ഉം E5ഉം വരുന്നുണ്ട്, പക്ഷെ ഒന്നും പോകുന്നില്ല. അപ്പോൾ V4 അതാണ് E4ഉം E5ഉം. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താ വരുന്നത്? -1 ആണ് വരുന്നത്. ഇനി V5 നോക്കുക. ലാസ്റ്റ് വേർട്ടെക്സ് ആണ്. ഇപ്പോൾ V5 എവിടെയാണുള്ളത്? ഇതാണ്. V5 എന്ന് V3ലേക്ക് പോകുന്നുണ്ട്, വേറെ ഒന്നിലേക്കും കണക്ഷൻ വരുന്നില്ല. അപ്പോൾ V5 എന്ന് V3ലേക്ക് പോകുന്നത് കൊണ്ട്, അല്ലെങ്കിൽ E7 എന്ന് പറയുന്നത് ഔട്ട്വേർഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ എന്താ വരിക? 1. V5 E7 എന്ന് പറയുന്നത് 1 വരും. ഇതാണ് ഏത് വരിക? ഇൻസിഡൻസ് മെട്രിക്സ്. ഡയഗ്രാഫിൽ ഇൻസിഡൻസ് മെട്രിക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇത് തന്നിട്ടുണ്ട്. അഡ്ജസൻസി മെട്രിക്സ് ആണ് തന്നിരിക്കുന്നത്. അതായത് വേർട്ടെക്സ് റിലേഷൻഷിപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു ഗ്രാഫ് നമുക്ക് വരച്ചു കൊടുക്കണം. ഡ്രോ ദി ഗ്രാഫ് G whose adjacency matrix is given below. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? അഡ്ജസൻസി മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക? അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒരു ഗ്രാഫ് വരച്ചു കൊടുക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ എത്ര വേർട്ടെക്സ് ഉണ്ടെന്ന് നോക്കുക. 5 വേർട്ടെക്സ് ആണ് വരുന്നത്. V1 V2 V3 V4 V5. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക? V1 V2 V3 V4 V5 അങ്ങനെ 5 വേർട്ടിസസ് നമ്മൾ കൊടുത്തു. ഇനിയിപ്പോൾ ഇവിടെ കണക്ഷൻ ഏതിനാണെന്ന് നോക്കുക. V2ലും V3ലും. അപ്പോൾ V1 V2 കണക്ട് ചെയ്യണം, V1 V4 കണക്ട് ചെയ്യണം. V1 V2 കണക്ട് ചെയ്യുക, V1 V4 കണക്ട് ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞു. രണ്ടാമത്തെ ഏതാ വരുന്നത്?
V2 V1ഉം V2 V4. V2 V1 ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട്. V2 V4 എന്ന് പറയുമ്പോൾ എന്താ വരിക, ഇങ്ങനൊരു സൈക്കിൾ. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V3യിലേക്ക് പോവാം. അപ്പോൾ V3 ഏതുമായിട്ടാണ്, V4ഉമായിട്ടും V5ഉമായിട്ടും. V3 എന്ന് പറയുന്നത് V4ഉമായിട്ടും V5ഉമായിട്ടും. അപ്പോൾ ഇവിടെ V4 V5. ഓക്കെ, അതിന് അടുത്ത് ഏതിലേക്ക് പോവാം, V4യിലേക്ക്. V4 എന്ന് പറയുമ്പോൾ എന്താ, V1 V2 V3 V5. അപ്പോൾ V4ൽ ഓൾറെഡി V1 V2 V3 ചെയ്തു. ഇനി ഏതും കൂടി ചെയ്യണം, V5ഉം കൂടി. അത് നമ്മളിവിടെ ഇപ്പം മാർക്ക് ചെയ്തു. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് V5 എന്ന് ഏതൊക്കെയാണ്, V2 V3 V4. അപ്പോൾ ഇവിടെ V4 V2 ചെയ്തു. ഇനി ഏതും കൂടി ചെയ്യണം, V3 ചെയ്തു. ഇനി V2ഉം കൂടി. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് അഡ്ജസൻസി മെട്രിക്സ് തന്നു കഴിഞ്ഞാൽ ഗ്രാഫ് വരയ്ക്കുന്ന മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ് പ്ലാനാർ ഗ്രാഫ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടി പറയാം. ഒരു ഗ്രാഫ് പ്ലാനാർ ഗ്രാഫ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, അത് എഡ്ജസ് പരസ്പരം ഇൻ്റർസെക്റ്റ് ചെയ്യാൻ പാടില്ല, അതായത് കൂട്ടിമുട്ടാൻ പാടില്ല. അങ്ങനെയുള്ള ഗ്രാഫിനെ നമ്മൾ എന്താ പറയുക, പ്ലാനാർ ഗ്രാഫ്. ഈ പ്ലാൻ ഓൺ ഗ്രാഫ്സ് എന്നുള്ളതാണ് നിങ്ങളെ ഈ മൊഡ്യൂളിൻ്റെ പേര് തന്നെ. അതായത് പ്ലാനാർ ഗ്രാഫിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളതാണ് ഇത് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്ലാസ്സിൽ നിന്ന് പറഞ്ഞതാണ്. പിന്നെ പറയാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രോയിങ് ഓഫ് ജോമെട്രിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഗ്രാഫ് ഓൺ എനി സർഫസ് വിത്ത് നോ ഇൻ്റർസെക്ഷൻ ഓഫ് ഇറ്റ്സ് എഡ്ജ് ഈസ് കോൾഡ് എംബഡിങ് ഓഫ് ദി ഗ്രാഫ്. അതായത് ഈ ഒരു ഗ്രാഫ് തന്നെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഒരു ഗ്രാഫ് K4 എന്നുള്ള ഗ്രാഫാണ് ഇത് വരുന്നത്. ഈ K4 ഒറ്റയടിക്ക് നോക്കുന്ന സമയത്ത് എന്താണ്, ഈ രണ്ട് എഡ്ജസ് ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു എഡ്ജിന് അല്ലെങ്കിൽ ഈ AC എന്നുള്ളൊരു എഡ്ജിനെ നമുക്ക് പുറത്തു കൂടി വരച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതെന്തായിട്ട് മാറും, പ്ലാനാർ ഗ്രാഫായിട്ട് മാറും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ 4 വേർട്ടിസസ് ആണുള്ളത്. അപ്പോൾ 4 വേർട്ടിസസ് ഇങ്ങനെ 3 വേർട്ടിസസ് ആണുള്ളത്. ഈ 3 വേർട്ടിസസ് ഇങ്ങനെ 4 തന്നെയാണ്, 1 2 3 4. അപ്പോൾ 4 വേർട്ടിസസ് ആണ് ഇവിടെ ഉള്ളത്. 4 വേർട്ടിസസിന് ഇങ്ങനെ നോക്കിയാൽ മതി, എയും ഡിയും കണക്ഷൻ ഉണ്ടോ നോക്കുക. അങ്ങനെ എയും ഡിയും എയും സിയും കണക്ഷൻ ഉണ്ട്, എയും ബിയും, പിന്നെ ബി ഡി ഡി സി ബി സി, ഇങ്ങനെയുള്ള കണക്ഷനാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ ഈ രണ്ട് ഗ്രാഫിനെയാണ് നമ്മൾ എന്ത് പറയുക, ഈ ഗ്രാഫിൻ്റെ എംബഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഗ്രാഫിൻ്റെ എംബഡിങ് എന്ന് പറയുന്നത് ഇതാണ്. ഈ രണ്ട് ഗ്രാഫാണ് നമുക്ക് വരുന്നത്. ഓക്കെ, അതാണ് എംബഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്ലാനാർ കംപ്ലീറ്റ് ഗ്രാഫ് വിത്ത് ഈ വേർട്ടിസസ് എന്ന് പറയുന്നത് ഒരു പ്ലാനാർ ഗ്രാഫാണ് വരിക, കംപ്ലീറ്റ് ഗ്രാഫ്. ഓക്കെ, നെക്സ്റ്റ് geometric graph G is also planar if there is a graph isomorphic to G that is embedded in a plane. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്, രണ്ട് ഐസോമോർഫിക് ഗ്രാഫാണ്. ഓക്കെ, ഈ രണ്ട് ഐസോമോർഫിക് ഗ്രാഫാണ്. ഇത് രണ്ടും എന്താണ്, പ്ലാനാർ ആണ്. ഓക്കെ, ഇതൊരു ബോക്സ് പോലെയാണുള്ളത്. ഇത് ശരിക്കും എന്താണ്, ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതല്ല. ഈ രണ്ട് എഡ്ജസ് എന്ത് ചെയ്യുന്നതല്ല, ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതല്ല. അതൊരു ബോക്സ് പോലെ ആക്ട് ചെയ്യാണ് വരുന്നത്. ഓക്കെ, അപ്പം ഇതൊരു അതാണ് പറഞ്ഞത്, എന്ന് പറയുന്നത് എംബഡഡ് ഇൻ പ്ലെയിൻ, ഒരു പ്ലെയിനിൽ എംബഡ് ചെയ്തതെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാപ്സ് ആൻഡ് റീജിയൻ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ റീജിയൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഗ്രാഫ് എടുക്കുക, ആ ഗ്രാഫിൻ്റെ പ്ലാനാർ റെപ്രസെൻറ്റേഷൻ എടുക്കുക. ആ പ്ലാനാർ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് divides the plane into various disjoint areas bounded by edges and cannot be further subdivided is called the region. അപ്പോൾ എന്താണ്, അതായത് ഒരു റീജിയൻ എന്ന് പറയുന്നത്, നമ്മൾ ഒരു പ്ലാനാർ ഗ്രാഫിനെ നമുക്ക് റീജിയൻ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ റീജിയൻ എന്ന് പറയുന്നത് ഒരു ഡിസ്ജോയിൻറ്റ് ഏരിയാസിനെയാണ് നമ്മൾ റീജിയൻ എന്ന് പറയുന്നത്. പക്ഷേ അതെന്ത് ചെയ്യാൻ പാടില്ല, വീണ്ടും സബ് ഡിവൈഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ റീജിയൻ എന്ന് പറയുന്നത് planar representation of a graph divides the plane into various disjoint areas bounded by edges and cannot be further subdivided is called the region. ഓക്കെ, അപ്പോൾ ഒരു പ്ലാനാർ ഗ്രാഫിനാണ് നമ്മൾ റീജിയൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു റീജിയൻ എന്ന് പറയുന്നത് ഫൈനൈറ്റ് റീജിയൻ ആവാം, ഇൻഫൈനൈറ്റ് റീജിയൻ ആവാം. ഒരു കറക്റ്റ് ബൗണ്ടറി ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫൈനൈറ്റ് എന്ന് പറയുന്നത്. ബൗണ്ടറി ഇല്ല എങ്കിൽ നമ്മൾ അതിനെന്ത് പറയും, ഇൻഫൈനൈറ്റ് റീജിയൻ എന്ന് പറയും. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നമ്മൾ കൺസിഡർ ചെയ്യുക. ഈ എക്സാമ്പിൾ കൺസിഡർ ചെയ്യുന്നതാണെങ്കിൽ ഇതൊരു പ്ലാനാർ ഗ്രാഫാണ്.
ഏതൊരു ഗ്രാഫിൻ്റെ പ്ലാനാർ റെപ്രസെൻറ്റേഷൻ, അല്ലെങ്കിൽ ഇത് ഇറ്റ്സെൽഫ് എന്താണ്, ഒരു പ്ലാനാർ ഗ്രാഫാണ് വരുന്നത്. പ്ലാനാർ ഗ്രാഫിൻ്റെ ഈ ഒരു പോർഷൻ, അതായത് ഈ രണ്ട് എഡ്ജ് ബൗണ്ടറി ആയിട്ട് വരുന്ന ഒരു റീജിയനാണ് ഏത് വരുന്നത്, R1. ഈ ഒരു റീജിയൻ എന്ത് വരും, R2. ഇതിനൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വീണ്ടും ഫേർദർ സബ് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇത് R2, ഈ ഒരു ചെറിയ അതായത് ലൂപ്പ്, സെൽഫ് ലൂപ്പ് എന്തായിട്ടാണ്, ഈ ഒരു റീജിയൻ R3, ഇത് R4, R5, R6 എന്ന് പറയുന്നത് എന്താണ്, R6 എന്ന് പറയുന്നത് എൻ്റയർ, അതായത് ബാക്കിയുള്ള എല്ലാ റീജിയനെയും കൂടിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, R6 എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം എന്താണ്, ബൗണ്ടഡ് ആണ്. R1ഉം R2ഉം R3 R4 R5 ഒക്കെ ബൗണ്ടഡ് ആണ്. അപ്പോൾ ഈ ഒരു റീജിയൻ എന്ത് പറയും, ഫൈനൈറ്റ് റീജിയൻ ആണ്. ഇനി ഒരു ഇൻഫൈനൈറ്റ് റീജിയൻ ആണുള്ളത്, ഏതാണത്, R6. ഇതാണ് ഈ വലിയൊരു റീജിയനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഫൈനൈറ്റ് റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു പ്ലാനാർ ഗ്രാഫിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്, G ഒരു കണക്റ്റഡ് പ്ലാനാർ ഗ്രാഫാണെന്ന് വിചാരിക്കുക. അതിന് N വേർട്ടിസസ് ഉണ്ട്, ഈ എഡ്ജ് ഉണ്ട്, R റീജിയൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സം ഓഫ് ഡിഗ്രീസ് എന്ന് പറയുന്നത് 2 times E ആണ്. ഇത് നമ്മൾ കുറേ മുന്നേ ഡിസ്കസ് ചെയ്തതാണ്, അതായത് തിയറം പ്രൂഫായിട്ട് നമ്മൾ ചെയ്തതാണ്. ഇപ്പോൾ സിഗ്മ ഡിഗ്രി ഓഫ് R എന്ന് പറയുന്നത് സം ഓഫ് ഓൾ ഡിഗ്രീസ് ഓഫ് റീജിയൻസ് ഈസ് ഈക്വൽ ടു ട്വൈസ് ദ നമ്പർ ഓഫ് എഡ്ജസ്. ഓക്കെ, ഇനി ഈ R എന്ന് പറയുന്നത്, R ആണ് നമ്മളെ റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ R റീജിയൻ ആണ്. R എന്ന് പറയുന്നത് എന്തായിരിക്കും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2E/3 ആണ് ഇതിൻ്റെ ഒരു റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോപ്പർട്ടീസാണ്. ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് ഏത് വരുന്നത്, സമ്മേഷൻ എന്ന് പറയുന്നത് 2E എന്ന് പറയുന്നത്, സമ്മേഷൻ എന്ന് പറയുന്നത് 2E ആണ്. E എന്ന് പറയുന്നത് നമ്പർ ഓഫ് എഡ്ജസ് ആണ് വരുന്നത്, 2 times ആണ് വരുന്നത്. ഓക്കെ, പിന്നെന്ന് പറഞ്ഞാൽ E ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3N, ദാറ്റ് ഈസ് നമ്പർ ഓഫ് എഡ്ജസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 times ഓഫ് ദി നമ്പർ ഓഫ് വേർട്ടിസസ് ആണ് നമുക്ക് വരുന്നത്. ഇത് ഏതിൻ്റെ ഗ്രാഫിനെ സംഭവിക്കുന്നതാണ്, പ്ലാനാർ ഗ്രാഫിൻ്റെ പ്രോപ്പർട്ടീസ് ആയിട്ടാണ് നമ്മളിത് വരുന്നത്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, R ഈസ് ഈക്വൽ ടു E മൈനസ് N+2. ഇത് യൂളേഴ്സ് ഫോർമുലയാണ്, അത് നമ്മളിപ്പം പ്രൂവ് ചെയ്യും. ഓക്കെ, അപ്പം ഇമ്പോർട്ടൻറ്റ് തിയറാണ് ഏത്, യൂളേഴ്സ് ഫോർമുല എന്ന് പറയുന്നത് R ഈക്വൽ ടു E മൈനസ് N+2 എന്ന് പറയുന്നത്. ഈ R ആണ് നമ്മൾ എന്ത് വരുന്നത്, നമ്പർ ഓഫ് റീജിയൻ വരുന്നത്. E എന്ന് പറയുന്നത് നമ്പർ ഓഫ് എഡ്ജസ്, N എന്ന് പറയുന്നത് നമ്പർ ഓഫ് വേർട്ടിസസ് വരും. ഓക്കെ, ഇനി കംപ്ലീറ്റ് ഗ്രാഫ് പ്ലാനാർ ആവുക എപ്പോഴാണ്, N ലെസ് ദാൻ 5-ലാണ്. അതായത് K5 എന്തല്ല, പ്ലാനാർ അല്ല. K5 താഴെയുള്ള K1 K2 K3 K4 എന്താണ്, പ്ലാനാർ ആണ്. ഈ കംപ്ലീറ്റ് ഗ്രാഫ് K എന്ന് പറയുന്നത് പ്ലാനാർ ആണ്. ഇനി കംപ്ലീറ്റ് ഗ്രാഫ് KMN, അതായത് ഒരു ബൈപ്പാർട്ടൈറ്റ് ഗ്രാഫ് എന്ന് പറയുന്നത് പ്ലാനാർ ആയിരിക്കും എപ്പം M ലെസ് ദാൻ 3ഉം N ലെസ് ദാൻ 3ഉം. എമ്മിൻ്റെയും Nൻ്റെയും വാല്യൂ 3-നേക്കാളും കുറവാണെങ്കിൽ മാത്രമാണ് എന്ത് വരിക, ഈ ഗ്രാഫ് പ്ലാനാർ ആവുക. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ K33 എന്ന എന്തല്ല, പ്ലാനാർ ഗ്രാഫായിട്ട് വരില്ല. കാരണം അതിനൊന്നും നമുക്ക് ഒരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യാത്ത രീതിയിൽ നമുക്ക് എഡ്ജസ് വരക്കാൻ പറ്റില്ല. ഓക്കെ, ഇവിടെ ഷോ ദാറ്റ് K4 ഈസ് പ്ലാനാർ. ഇതൊക്കെ നമ്മൾ ക്ലാസ് ചെയ്തതാണ്. K4 പ്ലാനാർ ആണോ അല്ലോ ചെക്ക് ചെയ്യാനാണ്. അപ്പോൾ ഇത് വരക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊരു പ്ലാനാർ ഗ്രാഫാണ് വരുന്നത്. ഓക്കെ, പിന്നെ Q3 എന്ന് പറയുന്നത് ക്വാട്ടേണിയൻ ഗ്രാഫാണ്. അതായത് അതിൻ്റെ പ്ലാനാർ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു ടൈപ്പാണ്. ഇതിലും എന്ത് വരുന്നില്ല, ക്രോസിങ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് പ്ലാനാർ ഗ്രാഫാണ്. പിന്നെ നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം, ഡ്രോ ദി പ്ലാനാർ ഗ്രാഫ് ഓഫ് ദി ഗ്രാഫ്. ഒരു ഗ്രാഫ് നമുക്ക് തന്നിട്ട് അതിൻ്റെ പ്ലാനാർ ഗ്രാഫ് വരക്കാൻ വേണ്ടി, പ്ലാനാർ ഗ്രാഫ് വരക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് ഇൻ്റർസെക്റ്റ് ചെയ്യാത്ത രീതിയിൽ നമ്മൾ വരച്ചു കൊടുക്കുക. എഡ്ജസിലോ അല്ലെങ്കിൽ വേർട്ടിസസിലോ യാതൊരു കുറവും വരാൻ പാടില്ല. പിന്നെ ഷോ ദാറ്റ് K33 ഷോൺ ബിലോ ഇസ് നോട്ട് പ്ലാനാർ. K33 പ്ലാനാർ അല്ല എന്ന് പ്രൂവ് ചെയ്യണം. അതും ക്ലാസ്സിൽ ചെയ്തതാണ്. അപ്പോൾ K33 പ്ലാനാർ അല്ല എന്ന് നമുക്ക് എങ്ങനെയാണ്, ഒരു കാരണവശാലും നമുക്ക് ഒരു എഡ്ജ് എന്തായാലും ബാക്കി വരും. അതായത് ഇൻ്റർസെക്റ്റ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള ഒരു അവസ്ഥ വരും. അപ്പോൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതാണെങ്കിൽ ഈ ഒരു ഗ്രാഫ് എന്തായിരിക്കില്ല, പ്ലാനാർ ആയിരിക്കില്ല. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിയറാണ് യൂളേഴ്സ് തിയറം. എക്സാമിൽ ചോദിക്കാറുമുണ്ട്. അതിൻ്റെ പ്രൂഫും നമ്മൾ ആലോചിച്ച് വെക്കാം. ഓക്കെ, അപ്പോൾ യൂളേഴ്സ് തിയറം എന്ന് പറയുന്നത് R ഈസ് ഈക്വൽ ടു E മൈനസ് V+2 എന്നുള്ളതാണ് യൂളേഴ്സ് തിയറം എന്ന് പറയുന്നത്. അപ്പോൾ ഏത് ഗ്രാഫിനാണ്, പ്ലാനാർ ഗ്രാഫിന്. അതാണ് ഇവിടെ നോക്കേണ്ടത്. എന്താണ്, G എന്ന് പറയുന്നത് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു കണക്റ്റഡ് ഗ്രാഫ് ആയിരിക്കണം. അതേപോലെ തന്നെ പ്ലാനാർ ഗ്രാഫ് ആയിരിക്കണം. പിന്നെ എന്താണ്, സിമ്പിൾ ആയിരിക്കണം. ഓക്കെ, അപ്പം G എന്ന് പറയുന്നത് ഒരു കണക്റ്റഡ് പ്ലാനാർ സിമ്പിൾ ഗ്രാഫാണെന്ന് എടുക്കുക. V വേർട്ടിസസ് ഉണ്ട്, E എഡ്ജസ് ഉണ്ട്, R എന്ന് പറയുന്നത് റീജിയൻ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ
നമ്മൾ യൂളേഴ്സ് ഫോർമുല പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R ഈക്വൽ ടു ഇ മൈനസ് വി പ്ലസ് ടു എന്നുള്ളതാണ് ഇത് വരെ യൂളേഴ്സ് ഫോർമുല. അപ്പോൾ യൂളേഴ്സ് ഫോർമുല നമ്മൾ പ്രൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെത്തേഡ് ഓഫ്, അതായത് ഈ ഒരു മെത്തേഡ് ഈ ഒരു യൂളേഴ്സ് ഫോർമുല നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, പ്രൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ആദ്യം ഏതെങ്കിലും ഒന്നിന് നമ്മൾ ട്രൂ ആണെന്ന് നമുക്ക് കിട്ടും, പിന്നെ നമ്മൾ അസ്യൂം ചെയ്യും. അതിനുശേഷം നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ അസ്യൂം ചെയ്തതിനെ കൊണ്ട് തന്നെ നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് നമുക്ക് വരാം. ഓക്കെ, അപ്പോൾ ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി എന്ന് പറയുന്നത് കണക്റ്റഡ് പ്ലാനർ ഗ്രാഫ് ആണെന്ന് വിചാരിക്കുക. അതിൽ വി വെർട്ടിസസും ഈ എഡ്ജസും ഉണ്ട്. ആർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് റീജിയൻ ആണെന്ന് വിചാരിക്കുക. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ആർ എന്ന് പറയുന്നത് ഇ മൈനസ് വി പ്ലസ് ടു എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഈ ഒരു പ്രൂഫ് അല്ലെങ്കിൽ യൂളേഴ്സ് ഫോർമുല അല്ലെങ്കിൽ യൂളേഴ്സ് തിയറം നമ്മൾ പ്രൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സീക്വൻസ് സബ് ഗ്രാഫിൻ്റെ സീക്വൻസ് നമ്മൾ കൺസിഡർ ചെയ്യും. G1 G2 G3 എക്സെട്ര Gn എന്ന് പറയുന്നത്. ഓക്കെ, ബൈ ആഡിങ് ആൻ എഡ്ജ് അറ്റ് ഈച്ച് സ്റ്റേജ്. ഓരോ ഗ്രാഫ് എടുക്കുക, ഓരോ ഗ്രാഫിൻ്റെ കൂടെ നമ്മൾ ഓരോ എഡ്ജ് വീതം നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, we pick up an edge G to obtain G1 and continue the process and adding one edge at each stage to obtain G2 etc. Gn. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോമിൽ തന്നെ നമുക്ക് തിയറം പ്രൂവ് ചെയ്യണമെന്നില്ല, നമുക്ക് ഇൻഡക്ഷൻ മെത്തേഡ് വഴി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ യൂളേഴ്സ് തിയറം പ്രൂവ് ചെയ്യാം. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെടുക്കുകയാണ് ചെയ്യുന്നത്, ഒരു ഗ്രാഫ് എടുക്കുക, ആ ഗ്രാഫിൻ്റെ സബ് ഗ്രാഫ്സ് എടുക്കുക. സബ് ഗ്രാഫ്സ് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഓരോ എഡ്ജ് ആഡ് ചെയ്ത് ഇപ്പോൾ G1 എന്ന് പറയുന്നത് G1നേക്കാളും ഒരു എഡ്ജ് കൂടുതലായിട്ട് G2. അപ്പോൾ ഓരോ സ്റ്റേജിലും നമ്മൾ ഓരോ എഡ്ജ് ആഡ് ചെയ്ത് പോവാണ്, ഓരോ സ്റ്റേജിലും ഓരോ എഡ്ജ് ആഡ് ചെയ്ത് പോവാണ് G2ഉം G3 ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത് പോസിബിൾ ആണ്, കാരണം എന്താ, G എന്ന് പറയുന്നത് കണക്റ്റഡ് ആണ്. G കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ എഡ്ജ് ആഡ് ചെയ്ത് പോകുന്ന സമയത്ത് ഈ അതായത് G2 എക്സെട്ര Gn നമുക്ക് കിട്ടും. ഇനി നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Vn, En ആൻഡ് Rn റെപ്രസെൻറ്റ് നമ്പർ ഓഫ് വേർട്ടിസസ്. Vn എന്ന് പറയുന്നത് നമ്പർ ഓഫ് വേർട്ടിസസ്, E എന്ന് പറയുന്നത് നമ്പർ ഓഫ് എഡ്ജസ്, R എന്ന് പറയുന്നത് എന്താക്കി എടുക്കുക, നമ്പർ ഓഫ് റീജിയൻ ആക്കി എടുക്കുക. ഓക്കെ, ഇനി obviously the given result is true for G1 because for G1ൻ്റെ കേസ് എടുക്കുക. G1 എന്ന് പറയുമ്പോൾ എന്താ വരിക, R1 എന്ന് പറയുന്നത് 1, V1 എന്ന് പറയുന്നത് 2, E1 എന്ന് പറയുന്നത് 1. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക, അതായത് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമോ എന്നുള്ളത്. R ഈക്വൽ ടു ഇ മൈനസ് വി പ്ലസ് ടു. അപ്പോൾ ഇവിടെ ഒരു റീജിയൻ, പിന്നെ V1 എന്ന് പറയുന്നത് 2 ആണ് വരുന്നത്. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, 2 വേർട്ടിസസ് ഉള്ളൊരു ഗ്രാഫ് V1 V2 എന്നുള്ള ഗ്രാഫാണ് എടുക്കുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ V1 V2ൽ ഇവിടെ ഇപ്പോൾ എത്ര റീജിയൻ ആണ് വരുന്നത്, ഒരേ ഒരു റീജിയൻ, ഒരു അൺബൗണ്ടഡ് റീജിയൻ അല്ലേ വരുന്നത്. ഈ മൊത്തം സ്പേസ് എന്താണ്, അൺബൗണ്ടഡ് റീജിയൻ ആണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ R എന്ന് പറയുന്നത് 1 ആണ്, V എന്ന് പറയുന്നത് എന്താ വരുന്നത് 2 ആണ്, E എന്ന് പറയുന്നത് എഡ്ജ് എത്രയാണ് വരുന്നത് 1 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു കണ്ടീഷൻ എന്ത് ചെയ്യും, R is equal to E minus V plus 2 എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അസ്യൂം ചെയ്യും, ഇത് റിസൾട്ട് ട്രൂ ആണെന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യും. ഓക്കെ, ഏതിന്, Rn, അതായത് now we assume that Rn equal to En minus Vn plus 2. അതായത് എന്നിൽ നമുക്ക് എന്താണ് ഈ ഒരു തിയറം അസ്യൂം ചെയ്യുക, ഇത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യും. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ an+1 bn+1 എന്ന് പറയുന്നത് ഓരോ എക്സ്ട്രാ വരുന്ന എഡ്ജസ്, അതായത് ആഡ് ചെയ്യുന്ന എഡ്ജസ് ആണ് an+1 bn+1 എന്ന് പറയുന്നത്. ഓക്കെ, is added to Gn. അപ്പോൾ ഇത് ഏതിനോട്ട് ആഡ് ചെയ്യുക, Gnലോട്ട് ആഡ് ചെയ്യുക. അപ്പോൾ Gnലോട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് വരും, Gn+1 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ n എന്നുള്ളത് ഈ കണ്ടീഷൻ അല്ലെങ്കിൽ ഈ റിസൾട്ട് നമുക്ക് ട്രൂ ആയിട്ട് വരുന്നുണ്ട്. Rn എന്ന് പറയുന്നത് En minus Vn plus 2 എന്ന് പറയുന്നത് നമ്മൾ Rn ആണ്. ഓക്കെ, അപ്പോൾ an+1 bn+1 എന്ന് പറയുന്നത് ഈ Gnലേക്ക് ആഡ് ചെയ്യേണ്ട എഡ്ജസ് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതും ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും, കാരണം ഇവിടെ ഓരോന്ന് വെച്ചിട്ടാണ് നമ്മൾ കൂടുന്നത്. ഓരോ അതായത് വേർഡ്സസ് അവിടെ വെക്കട്ടെ, റീജിയൻ ആണെങ്കിലും റീജിയൻ എന്ന് പറയുന്നത് അവിടെ R1 1 ആണ്. അപ്പോൾ
ഒന്നും കൂടി കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താകും R2 എന്ന് പറയുന്നത്, അതായത് 2 എണ്ണം ആയിട്ട് നമുക്ക് വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോർമുല വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, യൂളേഴ്സ് ഫോർമുല പ്രൂവ് ചെയ്യാം. അതായത് എന്നിൽ അസ്യൂം ചെയ്യും, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ഇത് വെച്ചിട്ട് നമ്മൾ Rn+1 അല്ലെങ്കിൽ Gn+1 ഉള്ള ഗ്രാഫിൻ്റെ നാച്ചുറൽ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഏതെടുത്തു കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു റിസൾട്ട്, അതായത് പ്ലാനർ ഗ്രാഫിന് ഈ ഒരു റിസൾട്ട് ഫോളോ ചെയ്യണം. അതായത് R = A-V+2. ഓക്കെ, നെക്സ്റ്റ് ഒരു തിയറാണ്. ഇഫ് G is a loop free connected planar graph with n vertices, E edges and R regions, then 3R എന്ന് പറയുന്നത് <= 2 ആണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E <= 3n - 6 ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൂഫിലേക്ക് കിടക്കുന്ന പ്രൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സ്റ്റെപ്പ് പ്രൂഫാണ് വരുന്നത്. G എന്ന് പറയുന്നത് ഒരു ലൂപ്പ് ഫ്രീ കണക്റ്റഡ് പ്ലാനാർ ഗ്രാഫാണ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ റീജിയനും ബൗണ്ടഡ് ബൈ അറ്റ്ലീസ്റ്റ് 3 എഡ്ജസ്. എന്തായാലും ഒരു, ഇപ്പോൾ നമ്മൾ പറഞ്ഞു 2 വേർട്ടിസസ് ഉള്ളത് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. എങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ഇതിനൊരു ബൗണ്ടറി നമുക്ക് കിട്ടുന്നില്ലല്ലോ. അപ്പോൾ ബൗണ്ടറി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് 3 വേർട്ടിസസ് എങ്കിലും നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ 3 വേർട്ടിസസ് എങ്കിലും ആവശ്യമായിട്ടുണ്ട്. ഇതെന്ത് ചെയ്യുക, ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബൗണ്ടഡ് റീജിയനും ഒരു അൺബൗണ്ടഡ് റീജിയനും നമുക്ക് കിട്ടും. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്, 3R എന്ന് പറയുന്നത് <= 2E എന്നും E <= 3n - 6 ആണെന്നാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ G എന്ന് പറയുന്നത് ലൂപ്പ് ഫ്രീ ആണെന്ന് ഓൾറെഡി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഓരോ റീജിയനും, ഈച്ച് റീജിയൻ ബൗണ്ടഡ് ബൈ അറ്റ്ലീസ്റ്റ് 3 എഡ്ജസ്, that is each region is of degree greater than or equal to 3. ഓരോ റീജിയൻ്റെ ഡിഗ്രി എന്താ വരിക, 3നേക്കാളും കൂടുതലാണ് നമുക്ക് വരിക. ഓക്കെ, consequently the sum of degrees of R regions is 2E and each edge is the part of the boundary of the problem. Okay, thus 2E എന്ന് പറയുന്നത് greater than or equal to 3R ആണ്. 2E greater than or equal to 3R എന്ന് പറയുമ്പോൾ എന്താണ്, 3R എന്ന് പറയുന്നത് less than or equal to 2E ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത തിയറം നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. താങ്ക് യു.